അമിതമായിട്ട് താലോലിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ എങ്ങോട്ടെങ്കിലും ഒന്ന് കുറച്ച് ദിവസം മാറി നിൽക്കേണ്ടി വന്നാൽ ഇവർക്കത് തീരെ താങ്ങാൻ പറ്റില്ല. അവർക്ക് അത് സുരക്ഷ നഷ്ടപ്പെടുന്നൊരു അവസ്ഥയാണ് ഉണ്ടാവുക. ചിലപ്പോൾ ഇത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ സ്നേഹം അത് അവർക്കൊരു രക്ഷാ കവചം കൂടിയാണ്. ഇപ്പം കാട്ടി കൂടുന്നതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നഴ്സിങ്ങിന് പഠിക്കുന്ന കാലഘട്ടം ഒന്നിരുന്നോട്ടോ അവിടെ. അന്ന് എനിക്ക് 10 പൂച്ചകളുണ്ടായിരുന്നു കേട്ടോ. ഇതിനേക്കാളും സ്നേഹമായിരുന്നു അവർക്കൊക്കെ. അവരൊക്കെ എൻ്റെ തലയിൽ നെഞ്ചത്തൊക്കെ കിട്ടുന്ന വളർന്ന്. ഞാൻ കോട്ടയത്താണ് പഠിച്ചിരുന്നത്, തൃശ്ശൂരിലുള്ള ഞാൻ ഇങ്ങനെ സ്വപ്നം കാണും ഓരോ പൂച്ചകൾ ചത്തു പോകുന്നതൊക്കെ ആയിട്ട്. അപ്പം എൻ്റെ വീട്ടിലേക്ക് വിട്ടറിയിച്ച അവർ ഞാൻ സങ്കടപ്പെടുന്ന ഏറ്റവും അറിയിക്കില്ല. പിന്നെ കൂട്ടുകാരിക്ക് വിടും, അവളറിയിക്കും എനിക്കും ഓരോ പൂച്ച. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ വരുമ്പോൾ പൂച്ചകളുടെ എണ്ണം കുറഞ്ഞ് എൻ്റെ 1.5 വർഷത്തെ പഠനം കഴിഞ്ഞ് വന്നപ്പോൾ ഒറ്റ പൂച്ചയില്ല. എന്നിട്ടൊന്നും അനങ്ങാണ്ടിരിക്കും. ഇനി കുറച്ച് നേരം എനിക്ക് എന്നെ കാണിക്കാൻ പറ്റുന്നില്ല. ഇവൻ തന്നെ താറായിട്ട് നിൽക്കുന്ന കാരണം. അതുപോലെ എൻ്റെ ഒരു ഫേസ്ബുക്ക് സുഹൃത്ത്, അവരുടെ മോൻ്റെ അടുത്തേക്ക്, അമേരിക്കയിലെ മോൻ്റെ അടുത്തേക്ക് പോയപ്പോൾ വീട്ടിലുള്ള നായി അവർ തിരിച്ചു വരുമ്പോഴേക്കും അത് എത്തുപോയി. പിന്നെ നമ്മുടെ ചില യൂട്യൂബേഴ്സും അങ്ങനത്തെ ഓരോ വിഷമങ്ങളൊക്കെ പറഞ്ഞ്, പിന്നെ ഇവർക്കൊക്കെ വരുന്ന ആപത്തുകൾ നമുക്ക് വരാനിരിക്കുന്ന വലിയ ആപത്തുകൾ ഒഴിഞ്ഞു പോകുന്നതാണെന്ന് ഓർത്ത് ഒന്ന് സമാധാനിക്കുക. അതേ നിവൃത്തിയുള്ളൂ. പിന്നെ നമ്മൾ അമിതമായിട്ട് സന്തോഷിക്കുമ്പോൾ ആ സന്തോഷത്തിന് ഒരു തിരിച്ചറിവ് പോലെ സങ്കടങ്ങൾ വരാം. അതിങ്ങനെ മൃഗങ്ങളിൽ കൂടെ വന്ന് പോകുമ്പോൾ നമുക്കത് ഒത്തിരിയും കൂടെ ഒരു സമാധാനം ഉണ്ടാവും. പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ തീരെ സഹിക്കാൻ പറ്റുമോ? അതാണ് പല സങ്കടങ്ങളും. അമിതമായിട്ട് സന്തോഷിക്കരുത്. എത്ര സന്തോഷിക്കുന്ന അവസരങ്ങളുണ്ടായാലും ജീവിതത്തിൽ അത് അമിതമായിരിക്കും. സന്തോഷിക്കുക, പക്ഷെ അത് മറ്റുള്ളവരെ കാണിക്കാതിരിക്കുക. ഞാനിതിന് മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു. ഞാനിപ്പോൾ ഇതിടാൻ കാരണവും സമാനമായൊരു, എനിക്കല്ല, നമ്മളെല്ലാം അറിയുന്ന ഒരു ആൾക്ക് ഉണ്ടായി. നമ്മൾ സന്തോഷിക്കുക, നമുക്ക് സന്തോഷിക്കേണ്ട അവസരങ്ങൾ സന്തോഷിക്കുക തന്നെ വേണം. പക്ഷേ അത് മറ്റുള്ളവരെ കാണിക്കുമ്പോൾ, നമ്മുടെ അമിതമായ സന്തോഷം മറ്റുള്ളവരെ കാണിക്കുമ്പോൾ അത് നെഗറ്റീവായിട്ട് വരും. ചിന്തിച്ച് നോക്കി, ശരിയല്ലേ?